സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുകയും വാട്സാപ്പിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് അതിൽ ചേരുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക സാമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള 21 വാക്യങ്ങളുടെ ഓഡിയോ ബൈബിളാണ്. ലോഗോസ് പരീക്ഷയിൽ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുക വചനങ്ങൾ തന്നിട്ട് അതിന് കൃത്യമായി വാക്യം തിരഞ്ഞെടുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ ബൈബിൾ നമ്മൾ ഉദ്ദേശിക്കുക 6-ാം അധ്യായത്തിലെ മുഴുവൻ വചനങ്ങൾ കാണാപ്പാഠം പഠിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു വചനഭാഗം ആവർത്തിച്ച് കേട്ട് എല്ലാ വചനങ്ങളും കഴിയുന്ന പോലെയൊക്കെ മനഃപ്പാഠമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. കർത്താവിൻ്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു. 2. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? 3. അവർ പറഞ്ഞു, ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാത്തതിൻ്റെ കാരണം മനസ്സിലാവുകയും ചെയ്യും. 4. എന്ത് വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്കു ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ത്യർ ചോദിച്ചു. അവർ പറഞ്ഞു, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ 5 കുരുക്കളും 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. 5. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രായേലരുടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. 6. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിന ഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലരെ അനുവദിച്ചതും അവർ പോയതും? 7. അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും മുഖം വഹിച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടുവിൻ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊള്ളട്ടെ. 8. കർത്താവിൻ്റെ പേടകവും എടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പിടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. 9. നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ. സ്വന്തം നാടായ ബേത്ത്ശേമിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം. അവർ അപ്രകാരം ചെയ്തു. 10. 2 കറവ പശുക്കളെയും കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. 11. കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു. 12. പശുക്കൾ ബേത്ത്ശേമിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബേത്ത്ശേമെശ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. 13. ബേത്ത്ശേമിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ്. അവർ അത്യധികം ആനന്ദിച്ചു. 14. വണ്ടി ബേത്ത്ശേമെശുകാരനായ ജോഷിയുടെ വയലിൽ ചെന്ന് നിന്നു. അവിടെ വലിയ കല്ല് ഉണ്ടായിരുന്നു. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി
പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. 15 ലേവർ കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ ബലി കല്ലുമേൽ വെച്ചു. ബേത്ത്ശേമെശിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു. 16 ഇത് കണ്ട ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി. 17 കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസയ്ക്കും മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു. 18 സ്വർണ്ണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു. 19 കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത്ത്ശേമെശുകാരനായ ജോഷിയുടെ വയലിലുണ്ട്. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ത്ശേമെശുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയത് കൊണ്ട് അവർ വിലപിച്ചു. 20 ബേത്ത്ശേമെശിലെ ആളുകൾ പറഞ്ഞു, കർത്താവിന്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? 21 അവർ ദൂതന്മാരെ കിരിയാത്യാറമിലെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു, കർത്താവിന്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തു കൊള്ളുവിൻ. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വചനഭാഗത്തിലെ പഴയ നിയമത്തിൽ നിന്നുള്ള മറ്റു പുസ്തകങ്ങളിൽ നിന്നുള്ള റഫറൻസുകളാണ്. സാമുവേലിന്റെ 6-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ത്ശേമെശുകാരെ അവിടുന്ന് വധിച്ചു എന്ന്. ഇതിന്റെ ഒരു റെഫറൻസ് സംഖ്യയുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 20-ാം വാക്യത്തിൽ കാണുന്ന പ്രകാരമാണ് സംഖ്യയുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്, നോക്കിയാൽ അവർ മരിക്കും. അടുത്ത റെഫറൻസ് സാമുവേലിന്റെ 1-ാം പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 20-ാം വാക്യം നമ്മൾ പ്രകാരം കാണുന്നു, ബേത്ത്ശേമെശിലെ ആളുകൾ പറഞ്ഞു, കർത്താവിന്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? ഇതിന്റെ റെഫറൻസ് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 76-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 76-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ പ്രകാരം കാണുന്നു, അങ്ങ് ഭീതിതനാണ്, അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും?